നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വേൾഡ് കപ്പിന് മുന്നോടിയായുള്ള തങ്ങളുടെ അവസാന സന്നാഹ മത്സരം ബ്രസീൽ ഇപ്പോൾ ഒഫീഷ്യലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആഫ്രിക്കൻ വമ്പന്മാരോടാണ് ബ്രസീൽ ഏറ്റുമുട്ടുന്നത്. യെസ്, മുഹമ്മദ് സലായുടെ ഒമർ മർമോഷിൻ്റെ ഈജിപ്ഷ്യൻ ടീമിനോടാണ് ഏറ്റുമുട്ടുന്നത്. ജൂൺ 6 ഈ മത്സരം ഓഹിയോയിലെ ക്ലീവ്ലാൻഡിൽ വെച്ച് നടക്കും എന്നാണ് ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. വേൾഡ് കപ്പിന് തൊട്ട് മുമ്പുള്ള മത്സരം ഏറ്റവും മികച്ചൊരു എതിരാളികളെ തന്നെ ബ്രസീൽ നേരിടുന്നു എന്നുള്ളത് ടീമിൻ്റെ ശക്തി ദൗർബല്യങ്ങൾ അവസാന വട്ടം മനസ്സിലാക്കാനും അത് രാഗി എടുക്കാനും കാർലോ അഞ്ചലോട്ടിക്ക് കിട്ടുന്ന സുവർണാവസരമാണ്. ഒഫീഷ്യലി ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ CBF അറിയിക്കുന്നു. ഫ്രാൻസിനെതിരെയും ക്രൊയേഷ്യക്കെതിരെയുമുള്ള ഫ്രണ്ട്ലിക്ക് ശേഷം വേൾഡ് കപ്പ് ചാലഞ്ചിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ ഈജിപ്തിനെ നേരിടാൻ പോവുകയാണ്. മത്സരം നടക്കുന്നത് ജൂൺ 6 ടിക്കറ്റ് 2/26 എന്ന് പറഞ്ഞാൽ ഈ ഫെബ്രുവരി 26 മുതൽ അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രീസെയിലിന് മുന്നോടിയായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള CBFൻ്റെ പോസ്റ്റാണ്. എന്നാൽ ഒഫീഷ്യലി ഇപ്പോൾ CBF പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈജിപ്റ്റാണ് വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് ബ്രസീലിനെതിരെ സന്നാഹ മത്സരം കളിക്കുന്നത്. മറ്റൊരു വാർത്ത കൂടിയുണ്ട്, പക്ഷേ അത് കൺഫേംഡ് ആയിട്ടില്ല, ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല. പനാമക്കെതിരെ മാറക്കാനയിൽ ഈ USA വേൾഡ് കപ്പിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ബ്രസീൽ കളിക്കുമെന്നാണ്. അങ്ങനെ മാറക്കാനയിൽ കളിച്ചുകൊണ്ട് ആരാധകരോട് വിട പറയും, എന്നിട്ട് വേൾഡ് കപ്പിനായിട്ട് പറക്കും. ഇതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാത്തിരിക്കുക അതിലെന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. അതിൽ മാർച്ച് മാസത്തിൽ 2 കിടിലൻ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ഒന്ന് ഫ്രാൻസിനെതിരെയാണ് മാർച്ച് 27 പുലർച്ചെ ഇന്ത്യൻ സമയം 2:30 ബ്രസീലും ഫ്രാൻസും തമ്മിലുള്ള ഫ്രണ്ട്ലി മത്സരം നടക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ 1 പുലർച്ചെ ബ്രസീൽ ക്രൊയേഷ്യക്കെതിരെയും കളിക്കും. അങ്ങനെ 2 കിടിലൻ മത്സരങ്ങൾ ഈ മാർച്ചിൽ കളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേൾഡ് കപ്പിന് തൊട്ട് മുമ്പ് മറ്റൊരു കിടിലൻ പോരാട്ടം ഈജിപ്തുമായിട്ട് കളിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.